ജബൽ റഹ്മയുടെ പ്രത്യേകത, അറഫയുടെ പ്രത്യേകത, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന സമയത്ത് ഹജ്ജിന് വന്ന സമയത്ത് ളുഹർ നിസ്കാരവും അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സമൂഹത്തോട് പ്രസംഗിച്ച ഒരു പ്രദേശമാണ് ഈ കാണുന്ന സ്ഥലം. അവിടെ ഒർണ എന്ന് പറയുന്ന താഴ്വരയിൽ ബസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതാണ് ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബ എന്നുള്ള നിലക്ക് സമൂഹത്തിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ ഇബ്നു റബീഅനെ, ഏറ്റവും വലിയ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഉറക്ക ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. 100,000-ഓളം വരുന്ന ആളുകൾ ഹാജിമാരെ ചാച്ചു നിർത്തിയിട്ട് റസൂലുള്ള പറയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നത്തെ ദിവസം പോലെ ഒരു ദിവസം നിങ്ങൾക്ക് ഉപദേശം തരാൻ എനിക്ക് സാധിച്ചോണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് വീണ്ടും ഓരോ പദം പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ഇസ്മഉ ഇസ്മഉ എന്നിങ്ങനെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ രക്തവും പവിത്രമാണ്. ഈ ദിവസം പവിത്രമായതുപോലെ ഈ മാസം പവിത്രമായതുപോലെ. അതുകൊണ്ട് അത് അന്യായമായി നിങ്ങൾ എന്ത് ചെയ്യരുത്, ദുരുപയോഗം ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം ഏകനാണ്. ആ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിച്ചെല്ലുകയും നിങ്ങളുടെ കർമ്മത്തങ്ങൾ ചോദിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ഭൗതികമായ തൗഹീദിന്റെ പ്രചാരണത്തിന്റെ ഉത്തരവാദിത്വം അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് അള്ളാഹു പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത ഷഹദ്, 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, നീയാണ് സാക്ഷി തമ്പുരാനെ, എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട കർമ്മം, അതിന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ, യാ അയ്യുഹന്നാസ് ഇസ്മഉ, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. നിങ്ങളുടെ സഹോദരിമാരോട്, ഭാര്യമാരോട് നിങ്ങൾക്ക് കടപ്പാടുകളുണ്ട്. ഭാര്യമാർക്ക് തിരിച്ചുമുണ്ട്. അവരൊരിക്കലും അന്യായമായ രീതിയിൽ നിങ്ങളോട് ഇടപെടാൻ പാടില്ല. തിരിച്ച് നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് ബൈഅത്ത് ചെയ്തു വിവാഹം ചെയ്ത ആളുകളാണ്. അവരോട് മാന്യമായ പെരുമാറ്റമാണ് ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ സംഗതി, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. എന്റെ പിതൃവനായ അബ്ബാസിന് കിട്ടാനുള്ള എല്ലാ പലിശക്കടവും ഞാൻ തുടച്ചു നീക്കുന്നു. ഇന്നു മുതൽ പലിശയുമായി യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. 4-മതായി പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച, പഠിപ്പിച്ചു വെച്ച ഒരു പ്രത്യേക കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞു പോകുന്നത്. തറക്തു ഫീക്കും അംറൈൻ ലം തദില്ലു മാ തമസക്തും ബിഹിമാ, ഞാൻ 2 കാര്യം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി പിഴക്കുകയില്ല. അതൊന്ന് കിതാബുല്ലാഹി, അല്ലാഹുവിന്റെ കിതാബും, വസുന്നത്തി നബി, നബിയുടെ ചര്യയുമാണ്. ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളെല്ലാവരും ഒരു അല്ലാഹുവിൽ നിന്നുള്ളവരാണ്. അതായത് ആദമിൽ നിന്നുള്ളവരാണ്. ആദമാണെങ്കിൽ മിൻ തുറാബ്, ആദമു മണ്ണിൽ നിന്നുള്ളവരാണ്. ആ ആദമു മണ്ണിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുമില്ല തഖ്വ കൊണ്ടല്ലാതെ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. തീർച്ചയായിട്ടും മനുഷ്യനെ വേർതിരിക്കുന്നത് ഗോത്രങ്ങളോ വർഗങ്ങളോ ആക്കിയത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത്, മുൻഗണനാക്രമത്തിൽ ബഹുമാന്യതയുള്ളത് അത് തഖ്വക്ക് മാത്രമാണ്. വെളുത്തവന് കറുത്തവനേക്കാളോ അതുപോലെ അറബിക്ക് അനറബിയേക്കാളോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ള ഈ ദഅവത്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കാരണം ആരെങ്കിലും ഒന്ന് ഈ മതത്തിലേക്ക് കടന്നു വന്നാൽ ഭൂമിയിലുള്ള എല്ലാം സമ്പാദിച്ചതിനേക്കാൾ മഹത്തായ പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയും, ഹജ്ജ് കഴിഞ്ഞിട്ട് ആ സഹാബികളായ 1,00,000-ഓളം വരുന്ന ആളുകൾ തന്റെ കുതിര എവിടത്തേക്കാണ് പിരിഞ്ഞു നിൽക്കുന്നത് അവിടത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനത്തിന് വേണ്ടി പോയി. ആ 1,00,000-ഓളം വരുന്ന സഹാബികൾ ഹജ്ജിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും 10,000 ആളുകളുടെ ഖബർ പോലും ഈ മദീനയിലോ മക്കയിലോ സൗദിയുടെ മറ്റു മേഖലയിലോ ഇല്ല എന്നത് അവർ ആ പ്രവാചകന്റെ വാക്ക് ഉൾക്കൊണ്ടതിന്റെ ഒരു പ്രധാന കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും അമൽ സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നേക്കാൾ നല്ല വാക്ക് പറയുന്നവർ ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്?
ആ നല്ല വാക്ക് പറയാനാണ് ദഅവത്ത് അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തമാക്കി നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്ന ഖുറാഫാത്തുകളൊക്കെ തന്നെ പിൻകാലത്ത് കടന്നു വന്നതാണ്. ഈ ജബലുർ റഹ്മയിൽ വന്നിട്ട് ഈ സ്തൂപത്തുമ്മൽ തൊടുകയോ അവിടെ മുത്തുകയോ അവിടെ പ്രാർത്ഥിക്കുകയോ ഇവിടെ സുജൂദ് ചെയ്യുകയോ പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്നത് അതുപോലെ പിടിക്കുകയും വിരോധിച്ചത് വിരോധിക്കുകയും ചെയ്യുക. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ തൊടാനോ ഇത് മുട്ടാനോ ബർക്കത്തെടുക്കാനോ പാടില്ല, അത് ബിദ്അത്താണ്, അത് ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ 2 റക്അത്ത് നിസ്കാരമോ പ്രാർത്ഥനയോ ഇല്ല എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തല്ല പ്രവാചകൻ പ്രസംഗിച്ചത്, താഴ്ഭാഗത്താണ്. പക്ഷെ ഇതിന്റെ ഒരു മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്തൂപം സ്ഥാപിച്ചു എന്നതിനപ്പുറം മറ്റൊരു പ്രത്യേകതയും ഇവിടെ ഇല്ല. ദുൽഹജ്ജ് 9 അന്ന് ളുഹ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിന് മാത്രമാണ് അറഫയിൽ പ്രത്യേകതയുള്ളത്. മറ്റു ദിവസങ്ങളിൽ ഇവിടെ സാധാരണ ഒരു ഭൂമി പോലെയുള്ള ഒരു പ്രദേശം മാത്രമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സുന്നത്തനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇബാദത്തുകൾ നിർവഹിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.